HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് നേഹ സനിൽകുമാർ, അനോന സിദ്ധു, നേഹ ഫാത്തിമ, അനഖാറാം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. റേഷൻ കടയടപ്പ് സമരത്തിന് ഒരു സംഘടന മാത്രം, മാറ്റിവെക്കാൻ മറ്റുള്ളവർ. രാഷ്ട്രീയ ബാൽ പുരസ്കാരം ഏറ്റുവാങ്ങി വൈഭവ് സൂര്യവംശി. KSRTC യാത്ര. ആശാനാഥിന് അമ്പകൾ ഡെപ്യൂട്ടി മേയർ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. റേഷൻ കടയടപ്പ് സമരത്തിന് ഒരു സംഘടന മാത്രം, മാറ്റിവെക്കാൻ മറ്റുള്ളവർ. റേഷൻ വ്യാപാരികളോടുള്ള സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് കടയടപ്പ് ഉൾപ്പെടെയുള്ള സമര പരിപാടികൾ ആരംഭിക്കുമെന്ന് ഒരു വ്യാപാരി സംഘടന. മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സമരം മാറ്റിവെക്കാനാണ് മറ്റു 2 വ്യാപാരി സംഘടനകൾ ഉൾപ്പെട്ട സമിതിയുടെ തീരുമാനം. രാഷ്ട്രീയ ബാൽ പുരസ്കാരം ഏറ്റുവാങ്ങി വൈഭവ് സൂര്യവംശി. ദിനിതി. വെടിക്കെട്ട് ബാറ്റിംഗുമായി ക്രിക്കറ്റ് ലോകത്ത് തരംഗമായ കൗമാരതാരം വൈഭവ് സൂര്യവംശി പാരീസ് ഒളിമ്പിക്സിൽ മത്സരിച്ച പാതി മലയാളിയായ നീന്തൽ താരം ദിനിതി ദേശിംഗു, ഗുജറാത്തിൽ നിന്നുള്ള ചെസ് താരം ലക്ഷ്മി പ്രജ്ഞിക എന്നിവർക്ക് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം. 5 മുതൽ 18 വയസ്സുവരെയുള്ളവരുടെ പ്രത്യേക നേട്ടങ്ങൾക്ക് രാജ്യം നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതിയാണിത്. വെള്ളിയാഴ്ച രാഷ്ട്രപതി ഭവനിൽ നിന്ന് നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരം സമ്മാനിച്ചു. KSRTC യാത്ര. കണ്ണൂർ ക്രിസ്തുമസ് അവധിയോടനുബന്ധിച്ച് KSRTC പയ്യന്നൂർ യൂണിറ്റ് ബജറ്റ് ടൂറിസം സെൽ നേതൃത്വത്തിൽ 28 വയനാട് ജംഗിൾ സഫാരി യാത്രയും കോഴിക്കോട് ചാലിയം കടലുണ്ടി യാത്രയും നടത്തുന്നു. 28 രാവിലെ 6 പുറപ്പെട്ട 29 രാവിലെ 6 മണിക്ക് തിരിച്ചെത്തും രീതിയിലാണ് വയനാട് യാത്ര. ബാണസുര, സാഗർ ഡാം, എന്നൂർ പൈതൃക ഗ്രാമം, കാർലാട് തടാകം, ഹണി മ്യൂസിയം, ജംഗിൾ സഫാരി എന്നിവ പാക്കേജിൽ ഉൾപ്പെടുന്നു. 28 രാവിലെ 6 മണിക്ക് പുറപ്പെട്ട് അന്നേ ദിവസം രാത്രി തിരിച്ചെത്തും രീതിയിലാണ് കോഴിക്കോട് യാത്ര. കടലുണ്ടി പക്ഷി സങ്കേതം, ചാലിയം ബീച്ച്, ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് എന്നിവ കോഴിക്കോട് പാക്കേജിൽ ഉൾപ്പെടുന്നു. ആശാനാഥിന് അമ്പകൾ ഡെപ്യൂട്ടി മേയർ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായി ആശാനാഥ് ചുമതലയേറ്റു. 50 വോട്ടുകളാണ് ആശാനാഥിന് കിട്ടിയത്. 1 വോട്ട് അസാധുവായി. LDFന്റെ രാഖി രവികുമാറിന് 28 വോട്ടുകളും 1 വോട്ട് അസാധുവുമായി. UDFന്റെ മേരി പുഷ്പതിന് 19 വോട്ടുകളുമാണ് ലഭിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ എല്ലാ വാർഡുകളിലും ഒരുപോലെ വികസനം കൊണ്ടുവരുമെന്ന വികസിത അനന്തപുരിക്കായി ഒരുമിച്ച് മുന്നേറുമെന്നും ഡെപ്യൂട്ടി മേയർ ആശാനാഥ് പറഞ്ഞു. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം സ്വയം ശുദ്ധീകരണം. സാമുവൽ മാർ തെയോഫിലോസ്. മനുഷ്യജീവിതത്തിൽ സ്വയം ശുദ്ധീകരണം എന്നതാണ് ശിവഗിരി തീർത്ഥാടനം ലക്ഷ്യമാക്കുന്നതെന്ന് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ ഡോക്ടർ സാമുവൽ മാർ തെയോഫിലോസ് ശിവഗിരി തീർത്ഥാടന കാല സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ശിവഗിരി തീർത്ഥാടനത്തിന് ശ്രീനാരായണ ഗുരുദേവൻ അനുമതി നൽകിയത് വർഷത്തിന്റെ അവസാന ദിവസങ്ങളും പുതുവർഷത്തിന്റെ ആദ്യ ദിവസങ്ങളും ചേർന്നാണ്. കഴിഞ്ഞുപോയ വർഷത്തെ വിലയിരുത്താനും പുതുവർഷത്തിലെ പുത്തൻ തീരുമാനങ്ങളെ കൈക്കൊള്ളാനും ഈ ദിവസങ്ങൾക്ക് സാധിക്കണം. ആരവല്ലി മലനിരകളുടെ നിർവചനം പഴയതെല്ലാം മറന്നു. 100 മീറ്ററോ അതിൽ കൂടുതലോ ഉയരമുള്ള കുന്നുകളെ മാത്രം ആരവല്ലി മലനിരകളിലെ കുന്നുകളായി കണക്കാക്കുന്ന പുതിയ നിർവചനത്തിന് സുപ്രീം കോടതി അംഗീകാരം നൽകിയത് 2010 സുപ്രീം കോടതി തന്നെ എടുത്ത നിലപാടിനെ മറികടന്ന്. തറനിരപ്പിൽ നിന്ന് 100 മീറ്റർ ഉയരത്തിലുള്ള കുന്നുകൾ ഖനന നിരോധിത മേഖലയായി കണക്കാക്കുന്ന രാജസ്ഥാൻ സർക്കാരിന്റെ റിപ്പോർട്ട് പരിഗണിക്കവെയായിരുന്നു അന്ന് സുപ്രീം കോടതി ആശങ്കയുയർത്തിയത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയായിരുന്നു അത്. സ്വർണം മാത്രമല്ല, പഞ്ചലോഹ വിഗ്രഹ കടത്തും. പുതിയ കഥാപാത്രം ഡി മണി ശബരിമല ബന്ധം അന്വേഷിച്ച് SID.
തിരുവനന്തപുരം ശബരിമല സ്വർണ്ണക്കഴചയ്ക്ക് പിന്നാലെ പഞ്ചലോഹ വിഗ്രഹക്കടത്ത് സംബന്ധിച്ച നിർണായക വിവരങ്ങളും പുറത്ത്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുമായി ബന്ധമുള്ള പ്രവാസി വ്യവസായ പ്രത്യേക അന്വേഷണ സംഘടന നൽകിയ മൊഴിയിലാണ് വിഗ്രഹക്കടത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉള്ളത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ നിന്നാണോ വിഗ്രഹങ്ങൾ കടത്തിയതുൾപ്പെടെ അന്വേഷിക്കും. സ്വർണ്ണ കവർച്ച കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉടനിലക്കാരനും വിഗ്രഹങ്ങൾ വാങ്ങിയത് ഡിമണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയുമാണെന്ന് മൊഴിയിൽ പറയുന്നത്. 2019-20 കാലഘട്ടത്തിൽ വിഗ്രഹക്കടത്ത് നടന്നതായാണ് വ്യവസായി പറഞ്ഞിരിക്കുന്നത്. ഡിമണി ആരാണെന്നതിനെ കുറിച്ചും SID വിവരം കൈമാറിയിട്ടുണ്ട്. 2020 ഒക്ടോബർ 26-ന് ഡിമണി തിരുവനന്തപുരത്ത് നേരിട്ടെത്തി ശബരിമലയുമായി അടുത്ത ബന്ധമുള്ളതുമാണ് പണം കൈമാറിയതാണ് വിവരം. ക്രിസ്മസ് 12 ദിവസം സ്കൂൾ അവധി. കേരളത്തിൽ ഡിസംബർ 24 മുതൽ ജനുവരി 5 വരെ ആയിരിക്കും അവധി. ക്രിസ്മസ് അവധിക്കൊപ്പം വാരാന്ത്യങ്ങളും കൂടി ഉൾപ്പെടുമ്പോൾ ഇത്തവണ കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധി ആഘോഷങ്ങൾ ദൈർഘ്യം കൂടും. കുട്ടികൾ ആഘോഷിക്കാൻ 12 ദിവസമാണ് അവധി ലഭിക്കുക. സാധാരണ ക്രിസ്മസിന് 10 ദിവസമാണ് അവധി ലഭിച്ചിരുന്നതെങ്കിൽ ഈ വർഷം അത് 12ആയി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് പരീക്ഷയുടെ തീയതികളിൽ മാറ്റം വരുത്തിയതോടെയാണ് അവധി ദിവസങ്ങളുടെ എണ്ണം വർദ്ധിച്ചത്. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാന സർക്കാരുകൾ സ്കൂൾ അവധി പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും ക്രിസ്മസ് പുതുവത്സരം ഉൾപ്പെടുത്തി നീണ്ട ശൈത്യകാല അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള പഠന കോൺഗ്രസ് ഫെബ്രുവരിയിൽ. AKG പഠന ഗവേഷണ കേന്ദ്രം നടത്തുന്ന രാജ്യാന്തര കേരള പഠന കോൺഗ്രസിന്റെ 5ാം പതിപ്പ് ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കും. കേരളത്തിന്റെ വികസനം 100ഓളം സെമിനാറുകളിൽ ചർച്ച ചെയ്യും. കേരളത്തിൽ കേന്ദ്ര ഫോറൻസിക് ലാബ് വരുന്നു. രാജ്യത്തെ 8ാമത്തെ കേന്ദ്ര ഫോറൻസിക് ലാബ് കേരളത്തിലേക്ക്. ടെക്നോ പാർക്കിന്റെ 4ാം ഘട്ടമായ ടെക്നോ സിറ്റിയിൽ ഇതിനായി വർഷം 100 രൂപ നിരക്കിൽ 90 വർഷത്തേക്ക് 5 ഏക്കർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സംസ്ഥാനം പാട്ടത്തിന് നൽകും. ഹൈദരാബാദിലെ കേന്ദ്ര ഫോറൻസിക് ലാബ് ഡയറക്ടർ പുതിയ കേന്ദ്രത്തിന്റെ നോഡൽ ഓഫീസറായി നിയമിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ഫോറൻസിക് പരിശോധനാ കേസുകൾ വേഗം പൂർത്തിയാക്കാൻ ഇത് സഹായകമാകും. കേരളം, തമിഴ്നാട്, കർണാടക, ലക്ഷദ്വീപ്, ആൻഡമാൻ എന്നീ പ്രദേശങ്ങൾക്കായാണ് ലാബ് വരുന്നത്. ദേശീയ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചർ എൻഹാൻസ്മെന്റ് പദ്ധതിയുടെ ഭാഗമായാണ് ആരംഭിക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. കൊച്ചി കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 75 ജനപ്രതിനിധികൾക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. കോർപ്പറേഷന്റെ പുതിയ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഏറ്റവും മുതിർന്ന അംഗമായ ഗാന്ധിനഗർ ഡിവിഷൻ പ്രതിനിധി നിർമ്മല ടീച്ചർക്ക് വരണാധികാരിയും ജില്ലാ രീതി തിരഞ്ഞെടുപ്പ് ഓഫീസറുമായ ജില്ലാ കളക്ടർ G. പ്രിയങ്ക സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തിരഞ്ഞെടുപ്പിന്റെ മറ്റ് ഡിവിഷൻ പ്രതിനിധികൾക്ക് നിർമ്മല ടീച്ചർ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിവിധ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരത്തിലേറി 26-ന് രാവിലെ 10:30-ക്ക് മേയറുടെയും ഉച്ചയ്ക്ക് ശേഷം 2:30-ക്ക് ഡെപ്യൂട്ടി മേയറുടെ തിരഞ്ഞെടുപ്പ് നടക്കും. ശല്യക്കാരെ ഓഫീസിൽ കയറ്റേണ്ടതില്ലെന്ന് മന്ത്രി. വാഹന പരിശോധന നടത്താൻ മാത്രം നിയോഗിക്കപ്പെട്ടിട്ടുള്ള എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലേക്ക് പുതിയ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് അവസാനിപ്പിച്ചു. പകരം ഓഫീസ് ഡ്യൂട്ടികൾക്കാകും ആദ്യം നിയോഗിക്കുക. ഓഫീസ് ജോലികളിൽ പ്രാവീണ്യം ലഭിച്ച ശേഷമാകും വാഹന പരിശോധനയ്ക്ക് നിയോഗിക്കുക. 4-5 വർഷം പൂർത്തിയായ ഉദ്യോഗസ്ഥർക്ക് പോലും ഓഫീസ് ജോലികളിൽ പ്രാവീണ്യമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി. മിനിസ്റ്റീരിയൽ ജീവനക്കാർക്ക് വാഹന സാരഥി സോഫ്റ്റ്വെയറിൽ പരിശീലനം നൽകാനും തീരുമാനമായി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. റേഷൻ കടയടപ്പ് സമരത്തിന് ഒരു സംഘടന മാത്രം, മാറ്റിവെക്കാൻ മറ്റുള്ളവർ. രാഷ്ട്രീയ ബാൽ പുരസ്കാരം ഏറ്റുവാങ്ങി വൈഭവ് സൂര്യവംശി. KSRTC യാത്ര. ആശാനാഥിന് അമ്പകൾ ഡെപ്യൂട്ടി മേയർ. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി ഫാത്തിമ ഇന്നാര 5C.
സദസനിത പനിത മഗ മഗരിസ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പ്രതിമ സൃഷ്ടിച്ച വിസ്മൃത ശില്പി ആര്? ഉത്തരം റാം വി സുധർ. സാ സദസനിത പനിത മഗ മഗരിസ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ബാലപ്രായത്തിൽ തന്നെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ക്രിക്കറ്റ് താരം ആരാണ്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ. സാ സദസനിത പനിത മഗ മഗരിസ.